ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങളുടെ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ടീച്ച്മിന്റ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ടീച്ച്മിന്റ് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എങ്ങനെ ആഡ് ചെയ്യാമെന്നും 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ടീച്ച്മിന്റ് ആപ്പിന്റെ പ്രത്യേകതകളെ കുറിച്ചും അതിനകത്ത് ലഭ്യമായ ഫീച്ചേഴ്സിനെ കുറിച്ചും എങ്ങനെ ഒരു ക്ലാസ് അതിനകത്ത് തുടങ്ങാം എന്നതിനെ കുറിച്ചും നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ കണ്ടു. ഈ 2 എപ്പിസോഡും കണ്ടിട്ടില്ലാത്തവർക്കായി എപ്പിസോഡുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതൊന്ന് കാണുക. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ടീച്ച്മിന്റ് ആപ്പ് എങ്ങനെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ ടീച്ച്മിന്റ് ആപ്പിൽ എങ്ങനെയാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുമാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്മാർട്ട് ഫോൺ ബേസ്ഡായി നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണോ നമ്മളുടെ ലാപ്ടോപ്പിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ടീച്ച്മിന്റും ലാപ്ടോപ്പിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനായി ആദ്യം നമുക്ക് മൊബൈൽ ഫോണിൽ ടീച്ച്മിന്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അക്കൗണ്ട് എടുക്കുകയും വേണം. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് മൊബൈൽ ഫോണിലെ നമ്മളുടെ ടീച്ച്മിന്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ലാപ്ടോപ്പിൽ ഒരു ബ്രൗസർ തുറക്കാം. ഞാനിപ്പോൾ ഫയർഫോക്സ് ആണ് തുറന്നിരിക്കുന്നത്. അതിനുശേഷം ഫയർഫോക്സിൽ www.teachmint.com എന്ന വെബ്സൈറ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇതാണ് ടീച്ച്മിന്റിന്റെ പേജ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീച്ച്മിന്റ് ലോഗിൻ ചെയ്യുകയാണ്. അതിനായി നമുക്കിവിടെ കുറേ ബട്ടണുകൾ കാണാം. ഹോം, എബൌട്ട് അസ്, കരിയേഴ്സ്, ബ്ലോഗ്, ലോഗിൻ. ഇതിനകത്തുള്ള ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്യാനായി ഒരു QR കോഡാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ടീച്ച്മിന്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ലാപ്ടോപ്പിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ബാർകോഡ് സ്കാനറിൻ്റെ ചിത്രം വരും. അതിനടിയിലായിട്ട് സ്കാൻ QR കോഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതോടുകൂടി നമ്മളുടെ സ്മാർട്ട് ഫോണിൽ ചെയ്തു വെച്ച ടീച്ച്മിന്റ് നമ്മളുടെ ലാപ്ടോപ്പിൽ ലഭ്യമായി. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഉദാഹരണമായി ഇവിടെ 10K എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലേക്കൊന്ന് കയറി നോക്കാം. നമുക്ക് ഇതിൽ ഫീച്ചേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം കാണാം. ഒന്ന് സൈഡിലേക്ക് മാറിയിട്ടുണ്ടാകും, അത്രയേ ഉള്ളൂ. സ്മാർട്ട് ഫോണിൽ സ്റ്റുഡൻസ് ഒക്കെ മുകളിലാണ് കാണുക, ഇവിടെ ഒരു സൈഡിലാണ് കാണുക. ഇവിടെ കുറേ ആളുകൾ ഇതിനകത്ത് അഡ്മിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലാസിൻ്റെ പേജിലേക്ക് പോകാം. ഇവിടെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാം. സമ്മറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ് എങ്ങനെയാണ് സമ്മറി ഉപയോഗിക്കേണ്ടത്. റെക്കോർഡഡ് ലെക്ചേഴ്സ്, സ്റ്റുഡൻസ്, ചാറ്റ്, നോട്ടീസ് ബോർഡ്, അസൈൻമെൻറ്റ്സ്, ടെസ്റ്റ്, സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാ ഫീച്ചേഴ്സും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഗോ ലൈവ്, വ്യൂ അറ്റൻഡൻസ്, ആഡ് ഫീസ്, ഇതൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് എന്നാണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളുടെ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ അറ്റൻഡൻസ് കാണുവാനായിട്ട് നമുക്കിവിടെ അറ്റൻഡൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ആദ്യം തന്നെ പോയാൽ നമുക്ക് അറ്റൻഡൻസ് കാണാൻ പറ്റില്ല. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ടൈം ടേബിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച 5 മുതൽ 6 മണി വരെ. അപ്പോൾ നമുക്ക് വീണ്ടും ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതിനായി ഈ പെന്നിൻ്റെ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്ന ദിവസവും സമയവും അടയാളപ്പെടുത്താനുള്ള ഒരു പേജ് ലഭിക്കും. അതിൽ നമുക്ക് ക്ലാസ് എടുക്കേണ്ടുന്ന ദിവസം, അതിന് നേരെയുള്ള ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമയം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം അവിടെ കാണും. അവിടെ നമുക്ക് സമയം രേഖപ്പെടുത്താം. സമയം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കാണുന്ന അപ്ഡേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലെയും ടൈം ടേബിൾ
നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാ മാസങ്ങളിലേക്കും ഇങ്ങനെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ആ ക്ലാസ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. അതുപോലെ തന്നെ ക്ലാസ് തുടങ്ങാറാവുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ജോയിൻ നൗ എന്ന ഒരു ബട്ടൺ കാണാവുന്നതാണ്. അതുപോലെ തന്നെ അധ്യാപകന്റെ പ്രൊഫൈലിൽ ഗോ ലൈവ് എന്ന ഓപ്ഷനും ലഭ്യമാവുന്നതാണ്. ഇനി ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡൻസ് പരിശോധിക്കുക എന്ന് നോക്കാം. അതിനായി നമുക്ക് അറ്റൻഡൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളുടെയും ലിസ്റ്റ് വരും. ഇവിടെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഒരു കുട്ടിയാണ് പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചാണ്. പ്രസന്റ് 1 എന്ന് കാണിച്ചിരിക്കുന്നു, ആബ്സെന്റ് 0, ആരും ആബ്സെന്റ് ആയിട്ടില്ല. ഈ പങ്കെടുത്ത കുട്ടി P18% എന്ന് കാണാം. അതായത് ക്ലാസിന്റെ 18% സമയം മാത്രമേ ആ കുട്ടി ആ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. ഇങ്ങനെ വളരെ കൃത്യമായി നമുക്ക് അറ്റൻഡൻസ് ലഭിക്കും. അതുപോലെ തന്നെ ഈ അറ്റൻഡൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അറ്റൻഡൻസ് സൂക്ഷിക്കാവുന്നതാണ്. ചെറിയ കാര്യങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.